സിദ്ദിഖ്, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതെന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഇത് ദേശീയപാതയില് നമ്മുടെ കുറ്റിപ്പുറത്ത് ഇവിടെ ഈ സമാന്തര റോഡ് വന്ന് ചേരുന്ന ഒരു സ്ഥലമുണ്ട്. കുറ്റിപ്പുറം പാലത്തിന് മുകളിലായിട്ട്, പിന്നെ റെയിൽവേ പാലത്തിന് തൊട്ടടുത്തായിട്ട്. അവിടെയാണ് ഇത് നിയന്ത്രണം വിട്ടിട്ട് ബസ്, മഴ ഉണ്ടായിരുന്നു. 10:50 കൃത്യം 10:50 സംഭവം നടക്കുന്നത്. ആ സമയത്ത് മഴ ഉണ്ടായിരുന്നു. ഈ ഇദ്ദേഹം ആദ്യം റൈറ്റ് സൈഡിൽ ഇടിച്ച ബസ് പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് കുത്തി ഒടിഞ്ഞ് ഡിവൈഡറിൽ തട്ടിയിട്ട് മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചേസ് പോലും വേറിട്ട നിലയിലാണ് കാണുന്നത്. വളരെ ഗുരുതരമായ അപകടമാണ് കാഴ്ചയിലുള്ളത്. നിലവിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് ആദ്യം കൊണ്ടുപോയെങ്കിലും ഇപ്പോൾ അവരൊക്കെ നില വ്യത്യാസം പറ്റുകൊണ്ട് മറ്റു ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് വെച്ചിട്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. 2-3 ആളുടെ നില അതീവ ഗുരുതരമാണ്. അവരെയൊക്കെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിൽ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകുന്ന സ്ഥലമാണോ? ഈ സമാന്തര പിന്നെ ദേശീയപാതയുടെ നിർമ്മാണ സമയത്ത് തന്നെ നിരവധി അപകടവും മരണവും നടന്നിട്ടുണ്ട്. ബസ് മറിഞ്ഞത് ഉൾപ്പെടെയുള്ള നിരവധി അപകടങ്ങൾ നടന്ന സ്ഥലമാണ് ഇത്. ഞങ്ങൾ ഇവിടുത്തെ പ്രദേശവാസികൾ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിലെ നിർമ്മാണ പ്രവർത്തനത്തിന് അശാസ്ത്രീയത എന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ ഈ സംഭവം നടന്ന സ്ഥലത്ത് തന്നെ ഇത് കാറ്, അവിടെ ഉണ്ടായിരുന്ന കാറിന്റെ മുകളിലേക്ക് മറിഞ്ഞു. അവിടെ കാറ് 2 ദിവസം മുന്നേ ആക്സിഡന്റ് ആയ കാറാണ്. ആ കാറിന്റെ മുകളിലേക്കാണ് ഇപ്പൊ ഈ ബസ് മറിഞ്ഞിട്ടുള്ളത്.